അയ്യ വണക്കം. കേന്ദ്ര ബജറ്റ് അപ്പോൾ ഇന്ന് വന്നിരിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ ആറാടുകയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഓരോ കാര്യങ്ങളിലും കേന്ദ്ര ബജറ്റിലെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ബജറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. പിന്നെ അപ്പോഴും കമ്മ്യൂണിസ്റ്റ് കാര്യം സുഡാപ്പികൾ ഇവിടെ കിടന്ന് എനിക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് നമുക്കൊരു സൈഡിൽ കേൾക്കാനായിട്ട് സാധിക്കും. അത് പിന്നെ കേന്ദ്രത്തിൻ്റെ ഒരു ഐശ്വര്യമാണ്. കേന്ദ്രത്തിൻ്റെ ബജറ്റ് വരുമ്പോൾ യുവമാർ അവിടെ സൈഡിൽ കിടന്ന് എനിക്കൊന്നും തന്നില്ലേ, കടവരുമാനം കുറയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് കാണാൻ നമുക്ക് വളരെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ. കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ധനക്കമ്മി 5.1% കുറയ്ക്കും, ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ അന്വേഷണ സമിതിയെ നിയോഗിക്കും, ടൂറിസം വികസനത്തിന് പലിശരഹിത വായ്പ, ലോക നിലവാരത്തിൽ ടൂറിസം വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് സഹായം, ഇലക്ട്രിക് വാഹന വിപണി വിപുലമാക്കും, മത്സ്യബന്ധന മേഖലയിൽ 55 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, ഇറക്കുമതി തീരുവകളിൽ മാറ്റമില്ല, പ്രതിരോധ ആവശ്യങ്ങൾക്കായി പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിക്കും എന്നിങ്ങനെയുള്ള വലിയ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് നമ്മുടെ ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കേന്ദ്ര ബജറ്റ് എല്ലാം നമുക്ക് ആ സൈഡിലോട്ട് എടുത്ത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ആ ടൂറിസത്തിന്റെ കാര്യം മാത്രം അതിനകത്തൊന്ന് ചീന്തി എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം മാലദ്വീപിനിട്ട് മുട്ടം പണിയാണ് ഇത്തവണ നിർമ്മല സീതാരാമൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വല്ല കാര്യമുണ്ട് എൻ്റെ മൊയ്സു എണ്ണ എന്ന് മാത്രമേ നമുക്ക് മൊയ്സു അണ്ണനോട് ചോദിക്കാനുള്ളൂ. അണ്ണൻ ചൈനയെ വിശ്വസിച്ച് ഇന്ത്യക്ക് അടിയിൽ കൂടെ ആപ്പടിക്കാൻ നോക്കിയപ്പോൾ അണ്ണൻ്റെ മുകളിൽ കൂടെയാണ് ആപ്പടിച്ച് ഇന്ത്യ തന്നത് എന്നുള്ള കാര്യത്തിൽ അണ്ണൻ ഇപ്പം സംശയമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ മാലദ്വീപിൽ കൂട്ടാടി നടക്കുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇവിടെ കിടന്ന് ഒന്ന് നെടുവീർപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം നിയമസഭയിലൊക്കെ കിടന്ന് ഇങ്ങനെ അടികൂടുന്നെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. സാർ നമ്മളൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്, പക്ഷേ ഇമാതിരി മുണ്ടുപറിച്ചുള്ള പ്രതിഷേധമൊന്നും നമ്മൾ നടത്തിയിട്ടില്ല എന്ന് ശിവൻകുട്ടി എന്നെ ആലോചിച്ചോ എന്ന് പോലും പല ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ് നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം ലക്ഷദ്വീപിനെ കുറിച്ചുള്ളതാണ്. ലക്ഷദ്വീപ് വിഷയം വന്നപ്പോൾ മുതൽ, അതായത് ലക്ഷദ്വീപിൽ പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റർ അവിടെ ഇറക്കിയപ്പോൾ നമ്മുടെ രാജപ്പനും കൂട്ടരും എല്ലാം കൂടെ വന്നിട്ട് ഇവിടെ കിടന്ന് പറഞ്ഞത് ലക്ഷദ്വീപിനെ ഇതാ തകർക്കാൻ പോകുന്നേ, ലക്ഷദ്വീപിൽ കാവി പെയിന്റ് അടിക്കുന്നു, ബീഫ് നിരോധിക്കുന്നു, മദ്യം ഇറക്കുമതി ചെയ്യുന്നു, ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെയാണ്. പക്ഷേ ലക്ഷദ്വീപിനെ യഥാർത്ഥത്തിൽ അവിടെയുള്ള ജനങ്ങളെയും അവിടുത്തെ സംസ്കാരത്തെയും ഇന്ത്യൻ ജനതയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും നമ്മുടെ മാലദ്വീപിലെ പ്രസിഡന്റ് അവഹേളിച്ചപ്പോൾ ഒരു വൃത്തിയില്ലാത്ത വൃത്തികെട്ട കൂട്ടങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഇവന്മാരെ ഒന്നും മഷിയിട്ട് നോക്കിയിട്ട് കണ്ടില്ല. അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ ഇരിക്കുകയായിരുന്നു അവന്മാരെല്ലാവരും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡബിൾ സ്റ്റാൻഡ് അഥവാ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സ്വന്തം രാജ്യത്തെ ആരെങ്കിലും അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് പ്രധാനമന്ത്രിയെ കൂടെ ചേർത്താണല്ലോ അധിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞ് സന്തോഷിച്ച് അവിടെ ഇരിക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വെറുതെ ഇരുന്നില്ല. മാലദ്വീപിൽ പോയി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. രാഹുൽ ഗാന്ധി നടന്ന പോലത്തെ നടത്തമല്ല. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് കുറ്റിയും പറിച്ച് നേരെ കശ്മീർ ടു കന്യാകുമാരിയും കന്യാകുമാരി ടു കശ്മീരും ജോഡോ യാത്ര എന്ന് പറഞ്ഞ് നടന്നപ്പോൾ 4 സംസ്ഥാനങ്ങൾ ദാണ്ട കിടക്കണം അരിയും മുളകും എന്ന് പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് പോയത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ നരേന്ദ്രമോദി 4 അടി ലക്ഷദ്വീപിലൂടെ തേരാപ്പാര വെറുതെ നടന്നപ്പോൾ മാലദ്വീപിന്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകർന്ന് തരിപ്പണമായി മുച്ചൂട് മുടിഞ്ഞ് പണ്ടാര തുടങ്ങി. അവിടെയുള്ള പാർലമെന്റിന് അടിയായി പിടിയായി ബഹളമായി കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ചൈനയെ വിശ്വസിച്ചിരിക്കുകയാണ്. ചൈനയെ വിശ്വസിച്ചിരുന്ന ഒരു രാജ്യത്തിന്റെ ഗതി നമ്മൾ കണ്ടതാണല്ലോ, ശ്രീലങ്ക. അവിടുത്തെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഇപ്പോൾ ഇവിടെ കാല് കുത്താൻ പോലും പറ്റുന്നില്ല. പ്രസിഡന്റിന്റെ സ്വിമ്മിംഗ് പൂളിൽ അവിടെയുള്ള ജനങ്ങൾ കയറി നീന്താണ്. എന്തായിരുന്നാലും ലക്ഷദ്വീപിനെ നമ്മൾ എങ്ങനെ വികസിപ്പിക്കുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം മാലദ്വീപ് കുറേ ആയിട്ട് കിടന്ന് നിഗളിക്കുന്നു. അതുകൊണ്ട് ഇനി അങ്ങനെ നിഗളിക്കണ്ട. മാലദ്വീപിന് പകരമായിട്ട് ഇന്ത്യ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ബദലിനെ മുമ്പിലോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ വിശ്വവിഖ്യാതനായ സഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരെ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ലക്ഷദ്വീപിനെ നമ്മൾ വികസിപ്പിക്കേണ്ടതുണ്ട്, അടുത്തൊരു 5 കൊല്ലം നമ്മൾ തീവ്രമായി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങരെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുള്ള പരിശ്രമത്തിന്റെ ആദ്യ സ്റ്റെപ്പാണ് നമ്മുടെ കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമൻ വച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിൽ ഒരു യമണ്ടൻ തുറമുഖം നമ്മൾ പണിയാൻ പോവേണം. നമുക്കിട്ട് പണിയണവന്മാർക്കെല്ലാം ലക്ഷദ്വീപിലെ ഈ തുറമുഖം വഴി നമ്മൾ പണി കൊടുക്കും. കാരണം മാലദ്വീപ് പിടിച്ചടക്കി അവിടെ തുറമുഖം ഉണ്ടാക്കി. ഇപ്പൊ ശ്രീലങ്കയിൽ തുറമുഖം ഉണ്ടാക്കിയല്ലോ ചൈന, എന്നിട്ട് അവിടെ നിന്ന് ഇന്ത്യൻ ഓഷനിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ശ്രീലങ്കയിൽ നിങ്ങൾ തുറമുഖം ഉണ്ടാക്കുമെങ്കിൽ, മാലദ്വീപിൽ നിങ്ങൾ തുറമുഖം ഉണ്ടാക്കുമെങ്കിൽ ലക്ഷദ്വീപിൽ നിന്ന് നമ്മൾ തീരുമാനിക്കും നിങ്ങളുടെ കപ്പൽ നമ്മുടെ കടലിലേക്ക് ഇറങ്ങണമോ വേണ്ടോന്ന്. ലക്ഷദ്വീപിൽ തുറമുഖം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 2ാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ലക്ഷദ്വീപിനായി വൻ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലക്ഷദ്വീപിനെ സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്നാണ് ഒരു പ്രഖ്യാപനം. മോദിയുടെ സന്ദർശനത്തോടെ ലക്ഷദ്വീപിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ കുത്തൊഴുക്ക് തുടരുകയാണ്. ബജറ്റ് പ്രഖ്യാപനം ദ്വീപിലെ ടൂറിസം രംഗത്ത് കൂടുതൽ ഊർജ്ജം പകരും. ദ്വീപിൽ പുതിയ തുറമുഖം പണിയുമെന്ന 2ാമത്തെ പ്രഖ്യാപനവും ദ്വീപുവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അവരുടെ ഏറെ നാളത്തെ ആവശ്യം കൂടെയാണിത്.
ലക്ഷദ്വീപിൽ ടൂറിസം മേഖലയിൽ പുത്തൻ പദ്ധതികൾക്ക് വഴിയൊരുക്കുന്നത് കൊച്ചിക്കും വൻ നേട്ടമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലക്ഷദ്വീപിന്റെ കവാടം എന്ന നിലയിലായിരിക്കും കൊച്ചിയിൽ പദ്ധതിക്ക് ഗുണകരമാവുക. ദ്വീപിലേക്കുള്ള വിമാന കപ്പൽ യാത്രകൾക്ക് അന്താരാഷ്ട്ര സഞ്ചാരികൾ എത്തുന്നത് കൊച്ചിയുടെയും പരിസരത്തെ പ്രദേശങ്ങളുടെയും ടൂറിസം ട്രാവൽ മേഖലകൾക്ക് കുതിപ്പേകും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. അപ്പം നമ്മളും വികസിക്കും, ലക്ഷദ്വീപും വികസിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ ലക്ഷദ്വീപിലെ താണ്ഡവം താത്ത ഇപ്പൊ പറയുന്നതായിരിക്കും എൻ്റെ നെഹ്റുവിന്റെ സ്വപ്നമായിരുന്നു ഇതെന്നൊക്കെ. എന്തായിരുന്നാലും ലക്ഷദ്വീപ് വികസിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യക്കാർ മുഴുവനും, ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ, എന്തിനു പറഞ്ഞ് ചൈനക്കാരന്മാർ വരെ ലക്ഷദ്വീപിൽ വന്ന് കയറി ഇറങ്ങി നരങ്ങി മെഴുകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് മോദിയുടെ ഗ്യാരണ്ടി.